നമസ്കാരം. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ അവസാന പാഠഭാഗമായ പി പാറക്കടവിന്റെ കിളി അയാളോട് സംസാരിക്കുന്നു എന്നതിലെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഹ്രസ്വചിത്രം എന്നൊരു ആശയം ക്ലാസ്സിൽ അവതരിപ്പിച്ചപ്പോൾ അത് വളരെ ആവേശത്തോടെ ഏറ്റെടുത്തവരാണ് സെന്റ് അലോഷ്യസ് HS എൽത്തുരുത്തിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ. അവരുടെ കുഞ്ഞു പരിശ്രമത്തിന്റെ ഫലമാണ് ഈ ഷോർട്ട് ഫിലിം. പി പാറക്കടവിന്റെ കിളി അയാളോട് സംസാരിക്കുക എന്ന ഷോർട്ട് ഫിലിം വിദ്യാർത്ഥികൾക്കിടയിൽ സാങ്കേതിക വിദ്യയുടെ അമിത ഉപയോഗം കുറിച്ച് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിനുള്ള പ്രചോദനം നൽകുന്നു. ഇതൊരു പഠന സഹായക കൃതിയാണ്. ഒരു മനുഷ്യനും ഒരു കിളിയും തമ്മിലുള്ള സാങ്കല്പിക സംഭാഷണത്തിലൂടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിനും ജീവജാലങ്ങളുള്ള കരുണയും വ്യക്തമാക്കുന്നു. ജോലിയൊക്കെ എങ്ങനെ പോകുമ്പോ ജോലിക്ക് ഉപയോഗമില്ല. അത് പറഞ്ഞപ്പോഴാച്ചാ എനിക്കൊരു മൊബൈൽ ഫോണിന്റെ ആവശ്യമുണ്ട്. കുറെ തൊഴിൽ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് ശരിയായിട്ട് പറഞ്ഞു കഴിക്കും. എന്തൊരു പണിയാണ് അടുത്ത്. ലക്ഷ്മി എനിക്ക് കുറച്ചാണല്ലോ. പോലീസുകാരെ ചതിക്കാൻ പോകും. ലക്ഷ്മി എടുത്ത് നേരെ കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് ഞാൻ ഈ സീരിയലൊന്ന് കണ്ടു തീർക്കട്ടെ. മേശപ്പുറത്ത് വെള്ളം. ഓനെ എനിക്കിന്റെ വിശ്വാസങ്ങൾ അതൊക്കെ പോയിട്ട് എനിക്കുള്ള കുറെ വർക്കുകളും ഓക്കെ നാളെ കാണാം നമുക്ക്. ഹായ്, എന്ത് രസം. എനിക്ക് സംസാരിക്കാൻ ഈ പ്രകൃതിയുണ്ട്, ഈ കിളികളുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല. ഈ ഹ്രസ്വചിത്രത്തിന്റെ ഉപസംഹാരം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അടുപ്പത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇത് കുട്ടികളെ പ്രകൃതിയെ സ്നേഹിക്കാനും ഉത്തരവാദിത്തത്തോടെ പെരുമാറാനും പഠിപ്പിക്കുന്നു. ദൃശ്യമാധ്യമങ്ങൾക്കും നവമാധ്യമങ്ങൾക്കും ഇക്കാലത്ത് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നിരുന്നാലും ഇതിന് അടിമപ്പെട്ടു പോയാൽ വ്യക്തിക്കും സമൂഹത്തിനും ഒരുപോലെ പ്രശ്നങ്ങളുണ്ടാകും. ഇവ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെ വിവേകപൂർവ്വം പ്രയോജനപ്പെടുത്തുവാനാണ് നാം ശ്രദ്ധിക്കുന്നത്. നന്ദി. Ultimately, that's a guarantee. Talk to me, numbers never lie. Add it up, that's me. I said 23. I said 23. Strive for greatness.